ക്രൂരമായ ലൈംഗികാതിക്രമ കേസിൽ ഒരാൾ വെഞ്ഞാറമൂട് പോലീസിൽ പിടിയിലായി. 85 വയസ്സുള്ള വയോധികയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും തുടർന്ന് മർദ്ദിച്ച് അവശനിലയിലാക്കി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്ത കേസിലാണ് വെള്ളുമണ്ണടി പ്ലാവോട് സ്വദേശിയായ 20 വയസ്സുകാരൻ അഖിൽ അറസ്റ്റിലായത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവം സമൂഹത്തിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ടാണ് നാടിനെ നടുക്കിയ ഈ ക്രൂരകൃത്യം അരങ്ങേറിയത്. വെഞ്ഞാറമൂട് ആറ്റിങ്ങൽ റോഡിൽ വലിയ കട്ടക്കാലിന് സമീപത്ത് തലയ്ക്കും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് നാട്ടുകാർ വയോധികയെ കണ്ടെത്തിയത്. ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷമാണ് പ്രതി വയോധികയെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കാഴ്ചയിൽ തന്നെ അത്യധികം ഭയപ്പെടുത്തുന്ന പരിക്കുകളോടെ റോഡിനരികിൽ കിടന്ന വയോധികയെ നാട്ടുകാർ ഉടൻ തന്നെ ആറ്റിങ്ങൽ വലയക്കുന്ന് ആശുപത്രിയിൽ എത്തിച്ചു. വയോധികയുടെ നില ഗുരുതരമായതിനെ തുടർന്ന് പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി ഉടൻ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ആദ്യം മർദ്ദിച്ച് വഴിയിൽ ഉപേക്ഷിച്ച കേസായിട്ടാണ് പോലീസ് ഇത് പരിഗണിച്ചത്. വയോധികയുടെ ഗുരുതരമായ പരിക്കുകളുടെ സ്വഭാവം പോലീസിനെ കൂടുതൽ സംശയത്തിലേക്ക് നയിക്കുകയും വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. തുടർന്നുള്ള വൈദ്യപരിശോധനകളും അന്വേഷണത്തിലുമാണ് ഞെട്ടിക്കുന്ന പീഡന വിവരം പുറത്തുവരുന്നത്. സംഭവം ലൈംഗിക അതിക്രമമാണെന്ന് സ്ഥിരീകരിച്ചതോടെ വെഞ്ഞാറമൂട് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ടവർ ലൊക്കേഷനുകൾ, മറ്റ് ശാസ്ത്രീയ തെളിവുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയായ അഖിലിനെ പോലീസ് വലയിലാക്കിയത്. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പോലീസ് അതീവ രഹസ്യമായാണ് അന്വേഷണ നടപടികൾ പൂർത്തിയാക്കിയത്. ഒരു 85 വയസ്സുകാരോട് ഈ ക്രൂരത കാണിക്കാൻ പ്രതിയെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസും. പ്രതിക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. നിലവിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അതീവ ഗൗരവകരമായ വകുപ്പുകൾ പ്രതിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഈ സംഭവം സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന വയോധികരുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. വൃദ്ധജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രാദേശിക തലത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായ ആക്രമണത്തിന് ഇരയായി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന വയോധികയുടെ അവസ്ഥ പൊതുസമൂഹത്തിൽ വലിയ ദുഃഖവും രോഷവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രായമായവർക്ക് സുരക്ഷയൊരുക്കുന്നതിൽ സമൂഹം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവം. അതോടൊപ്പം ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനും പോലീസിന് പങ്കും നിർണായകമാണ്. പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. ഈ കേസിന്റെ തുടർ നടപടികൾ സമൂഹം അതീവ ശ്രദ്ധയോടെയാണ് നിരീക്ഷിക്കുന്നത്.